മുടി കുടുങ്ങി. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റോസു വ്ലോഗ്. എനിക്കിന്ന് വീക്ക് ഓഫ് ആണ്. സോ നമ്മളൊരു ഷോപ്പിംഗ് ആൻഡ് സമ്മർ ടൈമല്ലേ, ഒരു ജ്യൂസൊക്കെ കുടിക്കാം, ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ എൻ്റെ അനിയനുണ്ട്. അവന് ഭയങ്കര നാണം മുഖം കാണിക്കാൻ. സോ കം, ലെറ്റ്സ് ഗോ. സോ നമ്മളിന്ന് രാജാജി നഗർ ആ ഭാഗത്തേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. നോക്കാം, നമുക്കവിടെ ചെന്നിട്ട് എങ്ങനെയാണ് സാഹചര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളതിന് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമ്മളിവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. നമുക്കിവിടുന്ന് 2 ബസ് മാറി കയറാനുണ്ട്. ബസ്സിനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മുടി കുടുങ്ങി, ചെറുതായിട്ടൊന്ന് കണ്ണാടി മുടി കുടുങ്ങിയതാണ് ഗൈസ്. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഹെയർ ഉള്ളതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ വീഡിയോസുകളൊക്കെ കാണാം. ഭയങ്കര വെയിലാണ്. ബെറ്റർ വിൽ വെയർ സൺഗ്ലാസ്. സോ ഈ സമയത്ത് നമ്മൾ ഇറങ്ങാനുള്ള മെയിൻ കാരണം തിരക്കുണ്ടാവില്ല, ട്രാഫിക് ഉണ്ടാവില്ല. ആൻഡ് ടുഡേ ഇറ്റ്സ് സൺഡേ. സോ ഈവനിങ് ആയാൽ it will be a full crowded and hectic traffic. So let's utilize this time. നമുക്കിവിടുന്നൊരു 5 മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. ഗായ്സ്, നമ്മളങ്ങനെ ബസ്സിൽ പോവാനുള്ള തീരുമാനം മാറ്റി മെട്രോയ്ക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കോയിൻ എടുത്തു, പൈസ കൊടുത്ത്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ മെട്രോ. ഇതാണ് മെട്രോ. മെട്രോ കയറാൻ, മെട്രോ മാറി കയറണം നമ്മൾ. ബട്ട് ദ ക്രൗഡ് ഇസ് മോർ. മെട്രോയിൽ ഒരുപാട് ക്രൗഡാണ് ഇവിടെ. അങ്ങനെ നമ്മൾ രാജാജി നഗർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. സോ ഇവിടെ ഒരു കാണാമോ എന്ന് എനിക്ക് അറിയില്ല, ഒരു തേനീച്ചട്ടിയില്. സോ നൈസ്, നല്ല കാറ്റ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു, നമ്മൾ രാജാജി നഗറിൽ സാഗർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അവിടുത്തെ നമ്മുടെ ഫേമസ് ഷേക്ക്, മാംഗോ ഷേക്ക് ആൻഡ് സ്ട്രോബെറി ഷേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അവിടെ പോയിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഗൈസ്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് സാഗർ റെസ്റ്റോറൻറ്റിലേക്ക്. പോകുന്ന വഴി ഒരു പാർക്ക് കണ്ടു, നല്ല രസമുണ്ട്. തിരിച്ചു വരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ നമുക്കിവിടെ കയറി കുറച്ചേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളും വൈറൽ ഷേക്കായ മാംഗോ ഷേക്ക്, അതും സാഗർ റെസ്റ്റോറൻറ്റ് സിൻസ് 1980s കടയിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്യാണ്. യെസ്, അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിച്ചിരിക്കുകയാണ്. ഇറ്റ് വാസ് റിയലി യമ്മി. നല്ല ക്രീമി ഫീലായിരുന്നു. സോ അത് കുടിച്ചു. നമ്മളിപ്പോൾ ലുലു മോളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ലുലു മോളിൽ പോയിട്ട് ഷോപ്പിംഗ് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. സോ കമോൺ. ഇവിടുത്തെ റോഡും ട്രീസും കാണാൻ നല്ല ഭംഗിയാണ്. ഐ ജസ്റ്റ് ഷോ യു. See how beautiful the trees. ഇതിൻ്റെ ഇടയിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ചിലത് യെല്ലോ, ചിലത് പിങ്ക്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ടു സീ. ആൻഡ് നല്ല തണുത്ത കാറ്റാണ്. ഇത് കണ്ടോ, ഒരു പിങ്ക് കളർ, നല്ല രസമില്ലേ കാണാൻ. ഇത് ലീവ്സ് ആണ്. കണ്ടോ ഗായ്സ്, വാവ്, സച്ച് എ ബ്യൂട്ടിഫുൾ സീനറി. ഫുൾ ഗ്രീൻ ആണ് ഇവിടെ കാണാൻ. നല്ല തണലും തണുപ്പും നല്ല ഇളം കാറ്റും, നല്ല രസമാണ്.
ആക്ച്വലി ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ കുറച്ച് ഏരിയകളുണ്ട്. ജയനഗർ, രാജാജി നഗർ, ഇങ്ങനത്തെ കുറച്ച് ഏരിയകളിലൊക്കെ എപ്പോഴും ഇങ്ങനെ മരങ്ങളും പൂക്കളും നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ വിചാരിച്ചു വെറുതെ നടക്കണ്ട, ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് പോവാമെന്ന്. ബട്ട് 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. സ്റ്റിൽ ഇത് 1 വേ ആണ്. ആൻഡ് ഇവിടെ മറ്റേ ലോക്കൽ ബസ്സില്ല, വരുന്നത് ഇതുവരെയും കണ്ടില്ല ഞങ്ങൾ ഇത്ര നേരം നടന്നിട്ട്. സോ എന്തായാലും 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. സോ വി തോട്ട് ഓഫ് വാക്കിംഗ്. ആൻഡ് അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് പോകുമ്പോൾ മരങ്ങളും പച്ചപ്പും ഇതൊക്കെ ഒന്ന് കാണാം, ഫീൽ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്ത് രസമാണ് ഗൈസ് ഇത് കാണാൻ. വാവ്, സോ ബ്യൂട്ടിഫുൾ അല്ലേ. അങ്ങനെ നമ്മൾ ലുലു മോളിലേക്ക് നടന്ന് മന്ദം നടന്ന് താടി വളർന്നു എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ എനിക്ക് താടിയൊന്നും വന്നിട്ടില്ല. സോ നമ്മൾ ലുലു മോളിൻ്റെ എൻട്രൻസിൽ വന്നു. ഇതാണ് ലുലു മോൾ രാജാജി നഗറിൽ. നല്ല പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, വെയിലാണ്. നമ്മൾ ഷോപ്പിംഗ് വരാൻ മെയിൻ റീസൺ ഒരു ബാഗ് മേടിക്കണം, ട്രാവൽ ബാഗ്. പിന്നെ ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നല്ല നല്ല ഡ്രസ്സുകളുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മയ്ക്കൊരു ഡ്രസ്സ് മേടിക്കണം, പിന്നെ എനിക്കൊരു ചെരുപ്പ് മേടിക്കണം. സോ നല്ലതുണ്ടെങ്കിൽ മേടിക്കാം, എനിക്കിഷ്ടപ്പെട്ടാൽ. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ കിട്ടുന്നത് കുറവാണ്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓക്കെ, നമ്മളങ്ങനെ ലുലുവിൽ കയറി. ഗൈസ്, ഇത് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല. ഇത് നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ഞൊട്ടാഞ്ഞൊടിയനാണ്. ഇതിന് 200 രൂപയാണ് ഗൈസ്. കാട്ടിലൊക്കെ കഴിച്ചോ, ഞാൻ പണ്ട് അമ്മച്ചിയുടെ കൂടെ പശുവിന് പുല്ലെത്താൻ പോകുമ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന, കാട്ടിൽ നിന്ന് പറിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നത്. ഗൈസ്, ഇവിടെ നല്ല വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട്. നമ്മളങ്ങനെ ഡെക്കാത്തലനിൽ കയറി. ഇവിടെ കുറച്ച് അവരുടെ ബാഗ് ഇവിടെ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ലായിരുന്നു. നമ്മുടെ ചെറിയ ഷോപ്പാണ്, അപ്പോൾ കളക്ഷൻസ് കുറവാണ്. അപ്പോഴേക്ക് ഇത് അവൻ ഫുട്ബോളിൻ്റെ ആളാണ്. സോ അവൻ പലതും ഇങ്ങനെ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടുണ്ട്. ഫുട്ബോൾ ചെറിയ സ്റ്റോർ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഷട്ടിലുണ്ടായിരുന്നു. നമ്മളങ്ങനെ വെസ്റ്റ് സൈഡിൽ കയറി. കുറേ നല്ല കളക്ഷൻസ്. പക്ഷേ നമുക്കറിയാമല്ലോ, ചെക്കന്മാരെയും കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ട്രയൽ ചെയ്യാനോ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. സോ നമ്മളവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. എനിക്ക് 1-2 ഇഷ്ടമുള്ളതുണ്ടായിരുന്നു, ചുമ്മാ മേടിച്ചില്ലെങ്കിലും ട്രയൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൻ പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. അവരെയും ബോറടിപ്പിക്കരുതല്ലോ. നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. പക്ഷേ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഗൈസ്. സോ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അവന് ഒരു സ്പെക്സ് നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവരവിടെ വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. സോ അവനോട് ഇട്ട് നോക്കി, വിച്ച് ഇസ് ഓഫ് 15,000. പിന്നെ നമ്മളിത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ അടുത്ത കടയിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ ഗെയിമിംഗ് സെക്ഷനിലേക്ക് കയറി. അത് ടോപ്പ് ഫ്ലോർ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ KFC ആണ് കഴിച്ചത്. നമ്മളെന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്
കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം ഒരു 4:45 ആവുന്നു ഗൈസ് ടൈം. നല്ല ക്രൗഡുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ ഡോണട്ട്സ്, പിന്നെ ക്രൊസോൺ, പിന്നെ സ്ട്രോബെറി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം ക്രൗഡുണ്ടായിരുന്നു, എന്നാലും വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു, മാനേജബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോവാൻ നോക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. Thank you so much for watching the Rosu vlogs. Thank you, bye bye, see you next time guys.